നമസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള ഈ പ്രത്യേക കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്കൂൾ കലോത്സവം ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്തെത്തിയപ്പോൾ കൊല്ലം അത് സ്വാഭാവികമായും ആവേശം കൊള്ളുകയാണ്. കലയുടെ മാന്ത്രിക നിമിഷങ്ങൾ ഓരോന്നായി ആവാഹിച്ചുകൊണ്ടേയിരിക്കുന്നു കൊല്ലത്തെ ഓരോ ജനങ്ങളും. ആവേശത്തോടുകൂടി തന്നെ അവർ ഈ സ്റ്റേഡിയത്തിലേക്ക്, ഈ ആശ്രാമം മൈതാനിയിലേക്ക് ഇരമ്പിയെത്തുകയാണ്. സ്റ്റേഡിയം ആശ്രാമം മൈതാനിയിൽ അത്യാവശ്യം നിറഞ്ഞ് കാണികളും എത്തുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ, കൊല്ലത്തെ കലോത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. കലകലാരവം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. നമ്മൾ കൊല്ലത്തെ കാഴ്ചകളിലേക്ക് എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട്. അവർ രാവിലെ മുതൽ തന്നെ കലോത്സവ വേദിയിൽ ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. ഐശ്വര്യ ഒരു സ്റ്റോറി എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ധൃതി പിടിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഐശ്വര്യ ഇടാം. ആദ്യം ഐശ്വര്യ ഭയങ്കര തിരക്ക് അഭിനയിക്കുന്നു, എന്നാലും കൃത്യമായിട്ട് സ്റ്റോറി ഉണ്ടല്ലോ അല്ലേ? സ്റ്റോറി ഉണ്ട്. നമ്മള് ഫുൾ കലോത്സവത്തിന്റെ എല്ലാ വൈബും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ അവരെത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഈ കലോത്സവത്തിലേക്ക് എത്തുന്നത്. ഒപ്പം അവരുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അതെല്ലാം മറന്ന് അവർ ആഘോഷമാക്കുകയാണ് ഈ കലോത്സവം. അപ്പൊ അത് നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയൊക്കെ ചെയ്തിങ്ങനെ സൈഡിൽ കൂടെ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ കണ്ടത് മെയിൻ വേദിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ മോഹിനിയാട്ടമാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് കഴിഞ്ഞത്. അതായത് നല്ല ഡിലേ ഉണ്ട്. ആ ഡിലേ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് ആ ടൈം കുറച്ചുകൂടി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയാൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും. എന്നാൽ ഐശ്വര്യ പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഈ സംഘനൃത്തം തുടങ്ങേണ്ടത് 4 മണിക്കായിരുന്നല്ലേ? 4 മണിക്ക് തുടങ്ങേണ്ട സംഘനൃത്തം ഇതുവരെ 5 മണിക്കായിരുന്നു തുടങ്ങേണ്ടത്. ഇപ്പോഴാണ് അത് അല്പസമയം മുന്നേ, ഒരു 15 മിനിറ്റ് മുമ്പാണ് മോഹിനിയാട്ടം കഴിഞ്ഞത്. അപ്പൊ ഇനി ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പൊ നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി സംഘനൃത്തം തുടങ്ങും. അപ്പൊ ഓൾമോസ്റ്റ് അത്രയും ഡിലേ ആയി കഴിഞ്ഞു. ശരി, എന്തായാലും നീ ഐശ്വര്യ സ്റ്റോറിക്ക് പൊക്കോളൂ. ഓക്കെ, കാണാം. അപ്പോ ഈ ഐശ്വര്യ സ്റ്റോറിക്ക് വിടുന്നു. MG മിഥുനും ആര്യയും തുടരുന്നുണ്ട്. ആര്യയുടെ മുഖത്തിന്റെ സന്തോഷം അത് ഉച്ചയ്ക്ക് കഴിച്ച് ചെമ്മീന്റെ ആണെന്ന് തോന്നുന്നു. ആര്യ, ഈ കൊല്ലത്തെ ഫുഡാണ് ആര്യ ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മളൊരു നാട്ടിൽ വന്നാല് അവിടുത്തെ ഫുഡും അവിടുത്തെ പ്രകൃതിയും ഒക്കെ നമ്മൾ ആസ്വദിച്ച് വേണമല്ലോ പോവാൻ. ഓഫ് കോഴ്സ് ഇവിടുത്തെ അടിപൊളി ഫുഡായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ച ചെമ്മീൻ ഉൾപ്പെടെയുള്ളതൊക്കെ. പക്ഷെ ത്രില്ലിംഗ് ആണ് ഇവിടുത്തെ കുട്ടികളുടെ മത്സരവും അവിടുത്തെ ഒരു വൈബും ആംബിയൻസും കുട്ടികളുടെ ഒരു ആവേശം ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ ഭയങ്കര എനർജറ്റിക് ആക്കുന്നുണ്ട്. ഇവിടെ എന്ത് രസമുള്ള എത്ര ആൾക്കാരെയാണ്, വ്യത്യസ്തമായ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നതെന്ന് അറിയാമോ? കലയെ അത്രത്തോളം സ്നേഹിക്കുന്ന കുടുംബങ്ങൾ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്താം. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം അല്ലേ? അതെ, തീർച്ചയായും. നല്ലൊരു കുടുംബത്തിന്റെ വിശേഷമുണ്ട്, അത് സസ്പെൻസ് ആയിട്ട് വെക്കുന്നു. മിഥുൻ, ഈ കലോത്സവം ഇപ്പോൾ ഈ ദിനം ഇപ്പോൾ ഈ സമയം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പരാതികളിലേക്കോ ഒക്കെ പോകുന്നുണ്ട്. പലയിടത്തും ഡിലേ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വേദിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്നത് പ്രധാന വേദിയാണ്. ഈ പ്രധാന വേദിയിൽ തന്നെ മത്സരം നടക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ തന്നെ 1.25-2 മണിക്കൂർ വൈകിയാണ്. സംഘനൃത്തം 5 മണിക്ക് തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ പഞ്ചവാദ്യം ഹയർ സെക്കൻഡറി അത് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആശ്രാമത്ത് തന്നെ അവിടെ ഏതാണ്ട് 2 മണിക്കൂർ വൈകിയാണ് ആരംഭിക്കുന്നത്. ഭരതനാട്യ മത്സരം പൂർത്തിയായിട്ടില്ല ഇതുവരെ. അത് കഴിഞ്ഞിട്ട് വേണം കോൽക്കളി തുടങ്ങാൻ. അങ്ങനെ ഒരു കാലതാമസം പതിവായി കാണുന്നതാണെങ്കിൽ പോലും എന്താണ് ഒരു ടോട്ടൽ ഒരു റിപ്ലൈ, എല്ലാവരുടെയും ഒരു മറുപടി എന്താണ്? തീർച്ചയായും. അതായത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ പോലും തന്നെ രാവിലെ തന്നെ അത് പിഴയ്ക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതായത് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ വീണ മത്സരം തുടങ്ങിയത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് സാങ്കേതിക തകരാറുണ്ടായിരുന്നു, സൗണ്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ സംഘാടകർ പറയുന്നത്. പിന്നീട് അത് പരിഹരിച്ചതിന് ശേഷം മത്സരം ആരംഭിച്ചു. ഒപ്പം തന്നെ HSC വിഭാഗം മാർഗംകളി മത്സരം ഇതേപോലെ തന്നെ 2 മണിക്കൂറോളം വൈകിയാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പിന്നിലുള്ള പ്രധാന വേദിയിൽ നടക്കേണ്ട സംഘനൃത്തം ഇതുവരെയും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ട ആദ്യ ദിനത്തിൽ 59 ഇനങ്ങളാണ് മത്സര ദിനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കോഴിക്കോട് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. 68 പോയിന്റുമായി കോഴിക്കോട് 1ാം സ്ഥാനത്ത് തുടരുമ്പോൾ ആതിഥേയരായുള്ള കൊല്ലം 66 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം കഴിഞ്ഞ കലോത്സവത്തിൽ, കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ കൊല്ലം എനിക്ക് തോന്നുന്നു ആദ്യ 5-ൽ വന്നിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്.
പക്ഷേ ഇത്തവണ തുടക്കത്തിലെ തന്നെ ആദ്യ ദിനത്തിൽ തന്നെ അവർക്ക് ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ മത്സര വിഭാഗങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടാൻ സാധിക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ്, തൃശൂർ ജില്ലയാണ് 66 പോയിന്റ്. 4ാം സ്ഥാനത്ത് കണ്ണൂർ, പാലക്കാട് 5ാം സ്ഥാനത്ത് എന്നിങ്ങനെയാണ്. അപ്പൊ 64 പോയിന്റുമായി പാലക്കാടുമുണ്ട്. അത്തരത്തിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് തുടക്കത്തിലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കലോത്സവ നഗരിയിൽ നിന്ന് നമുക്ക് പ്രകടമാകും. ശരി, ഞാൻ മിഥുന്റെ ഒരു റിപ്പോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. മിഥുൻ ഇന്നൊരു ചാക്യാർകൂത്ത് സംഘത്തെ കണ്ടല്ലോ, അതിന്റെ കഥ എന്നോട് പറഞ്ഞിരുന്നു. അതൊന്ന് പ്രേക്ഷകർക്കായിട്ട് ഒരു ഇൻട്രോ. അത് ഞങ്ങള് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങള് എല്ലോടൊപ്പം ഞാൻ പറഞ്ഞിട്ട് പോയില്ലായിരുന്നു, മോണോ ആക്ട് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. മോണോ ആക്ട് അതിന്റെ ഒരു കഥയുണ്ട്. ഈ പ്രേക്ഷകർക്കായി മോണോ ആക്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ മിഥുൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് മോണോ ആക്ട് അറബിക്കാണെന്ന്. അപ്പോൾ എല്ലാം മനസ്സിലായതുകൊണ്ട് മിഥുൻ മൈക്കും മടക്കി തിരികെ പോകുന്നു. അവിടുന്ന് തിരികെ പോകുന്നത് അപ്പോഴാണ് നങ്ങ്യാർ കൂത്ത് നടക്കുന്നുണ്ട്, നങ്ങ്യാർ കൂത്ത് എടുത്തേക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് അടുത്ത വേദിയിലേക്ക് പോവുക. അവിടെ ചെന്ന് പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ ഒരു സംതിങ് റോങ്, അതായത് അത് ചാക്യാർ കൂത്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ആ ചാക്യാർ കൂത്തൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ കിടിൽ 2 പയ്യന്മാരെ കെട്ടി കട്ടപ്പനയെന്നാണ് അവർ കയറി വന്നത്. കട്ടപ്പനയെന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരൊന്നുമല്ല. കാരണം ഒരാളുടെ പേര് ആശിഷ് എന്നും ഒരാളുടെ പേര് പാദ്രോ എന്നാണ്, വ്യത്യസ്തമായ ഒരു പേരാണ്. ഇവർ രണ്ടുപേരും കൂടെ യൂട്യൂബ് നോക്കി, അവർക്ക് മാഷൊന്നുമില്ല, യൂട്യൂബ് നോക്കി ചാക്യാർ കൂത്തങ്ങ് പഠിച്ചു. അതിനുശേഷം സബ് ജില്ലയിൽ ഒന്ന് പോയാൽ ഒന്ന് അവതരിപ്പിച്ച് നോക്കി, ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് സബ് ജില്ലയിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് അവർക്ക് A ഗ്രേഡ് കിട്ടുകയും ചെയ്തു. ജില്ലാ തലത്തിലേക്ക് വന്നപ്പോഴും അതേ രീതിയിൽ തന്നെ, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ വന്നപ്പോഴും അവർക്ക് തന്നെ പ്രൈസ് കിട്ടുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അവർ അഭ്യസിച്ച് വന്ന് ചാക്യാർ കൂത്തിൽ 1ാം സ്ഥാനം തേടിയ അവരുടെ ആ ഒരു റിപ്പോർട്ടിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് ഈ വനവാസത്തിന് പോയ ലക്ഷ്മണന്റെയും ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഒക്കെ കഥ. ഇവിടെ ഒരു റിപ്പോർട്ടർ ഇപ്പൊ ഉണ്ടോ, പുള്ളി ചോദിക്കട്ടെ ബാക്കി, ഇനി ഞാൻ പറയാം ഉത്തരങ്ങളൊക്കെ. ശരിയാണ്, ഞാൻ ചോദിക്കാം. ചാക്യാർ എവിടുന്നാണ്? ചാക്യാർ കട്ടപ്പനയെന്ന്. ശിഷ്യനോ? എന്താണ് പേര്? എന്റെ പേര് പാദ്രോ. ചാക്യാരുടെ പേരെന്താണ്? ആശിഷ്. ആശിഷ് എന്നാണ്. എങ്ങനെയാണ് ഈ ഒരു കലാരൂപത്തിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല, ഇപ്പം പെട്ടെന്നൊരു സാറ് പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനൊന്ന് ചെയ്യാൻ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സബ് ജില്ലയും കയറി. ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണല്ലേ? ആദ്യമായിട്ടാ, ഫസ്റ്റ് ട്രൈ ചെയ്തത് ഞങ്ങളുടെ. സബ് ജില്ലയിലും ഒക്കെ അത് തന്നെ. അപ്പം ഇതിൽ എങ്ങനെയാണ്, അതായത് ഈ ചാക്യാർ കൂത്ത്, നങ്ങ്യാർ കൂത്ത്, അങ്ങനെയൊക്കെ പല വിഭാഗങ്ങളുണ്ടല്ലോ, ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഇത് തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിനെപ്പറ്റി എനിക്കറിയാം. ചാക്യാർ കൂത്താണെങ്കിൽ പഠിച്ചിട്ടുണ്ട്, നങ്ങ്യാർ കൂത്ത് എന്നാന്ന് അറിയത്തില്ല. ചാക്യാർ കൂത്ത് എന്ന് പറയുമ്പോൾ നമ്മള് അരങ്ങിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പം വേദിയിലിരിക്കുന്നവരെയൊക്കെ ഒന്ന് കളിയാക്കി ആ രീതിയിലൊക്കെ അല്ലേ? ആ രീതിയിൽ ചാക്യാർ കൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഹാസ്യമായിട്ട് അവരിലേക്ക് എത്തിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഈ സംഭവം എന്ന് പറയുന്നത് ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. നങ്ങ്യാർ കൂത്ത് ഇതിന്റെ തന്നെ വേറൊരു വിഭാഗമായിട്ട് തന്നെ വരുന്നത്. ചാക്യാർ കൂത്ത് നമ്മളെ പരമാവധി അവരെ ഹാസ്യത്തിലൂടെ ആ കഥ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ എനിക്ക് ചോദിച്ചറിയേണ്ടത്, നമ്മളിത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ആദ്യം തുടക്കം ഇതിങ്ങനെ കൊട്ടി ചാക്യാർ വരുന്നു, അതിനുശേഷം അങ്ങനെയുള്ളതല്ലേ, അതിന്റെ ഒരു കാരണം എങ്ങനെയാണ്? നമ്മളിത് ഒരു പരിപാടി തുടങ്ങുമ്പോൾ കൊട്ടി തുടങ്ങി ഒരുമിച്ച് എല്ലാരും കൂടെ ചേർന്ന് മുദ്രകളൊക്കെ കാണിച്ചു തുടങ്ങാനാണ്. മുദ്രകളാണ് ഇതിന്റെ മെയിൻ അല്ലേ? മെയിൻ. അതിനുശേഷം കഥ പറഞ്ഞു തുടങ്ങുക. അതായത് നമ്മളിപ്പം കൊട്ടി പറഞ്ഞ വെച്ചാൽ നമ്മൾ അതിന്റെ ആചാരങ്ങളും, അതായത് ആ കഥ പറയുമ്പോൾ ആ ഒരു ആചാരങ്ങളോട് കൂടിയാണ് നമ്മൾ കയറി വരുന്നത്. അപ്പം അതിൻ്റെതായിട്ടാണ് മിഴാവെന്ന് പറയുന്നത്. അപ്പം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് ചെമ്പ് പോലെ കുടത്തേൽ ഞങ്ങള് തൊലി കെട്ടിയതാ. മിഴാവ് ഞങ്ങൾ കുറെ അന്വേഷിച്ചപ്പം മിഴാവ് കിട്ടാനില്ല. അപ്പൊ ഞങ്ങള് എന്തുകൊണ്ട് പറഞ്ഞ ഉണ്ടാക്കിക്കൂടാ എന്ന് ആലോചിച്ചു, അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്. അപ്പൊ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ അതൊക്കെ വാടകയ്ക്ക് എടുത്ത് തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചത് ഞങ്ങളതൊക്കെ. വേറെ ആരും അങ്ങനെ ഒരുക്കാനായിട്ടോ? ഞങ്ങൾ തന്നെ സാറുമാരൊക്കെ കൂടി അങ്ങനെ വരും. പ്രത്യേക ഇതൊന്നും അവതരിപ്പിച്ച് നൽകാനൊരു മാഷില്ലായിരുന്നു, തന്നെ പഠിച്ച ഒരു ഇത് നോക്കിയതായിരുന്നു. അത് കൊള്ളാലോ. അതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഒറ്റയ്ക്ക് ഇങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ച് ഇതൊക്കെ. അത് കൊള്ളാം. എങ്ങനെയാണ് ഈ ഒരു ചാക്യാർ കൂത്ത് എന്നുള്ളൊരു കാര്യം തെരഞ്ഞെടുത്ത് എങ്ങനെയാണ്? അതായത് അതിലേക്ക് വരാനുള്ളൊരു കാരണം ഉണ്ടാവില്ലല്ലോ, വെറുതെ എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ഞാൻ ചെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, നീ നോക്കാൻ പറഞ്ഞു. ഞാനിപ്പോ ആദ്യം നാടകത്തിലുണ്ടായിരുന്നു, സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് പോയി കയറുക. അങ്ങനെ നോക്കിയപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നി, അങ്ങ് ചെയ്ത് നോക്കി. സബ് ജില്ല കയറുമില്ലെന്ന് നോക്കി, പക്ഷെ എന്തോ ഭാഗ്യത്തിന് കിട്ടി. ഇപ്പം ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്തേക്കുന്നത്? ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ ചെയ്ത്. അധ്യാപകരുടെയും കൂട്ടുകാരുടെയും സഹായമൊക്കെ കൂടി. വീട്ടുകാരൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ രണ്ടുപേരെ സപ്പോർട്ടീവ്. ഇവന് വൃന്ദാവാദം ഉണ്ട്, അപ്പൊ ആ രീതിയിൽ ഞാൻ ഇവനെ കൊട്ടാനായിട്ട് വിളിച്ചത്.
അപ്പം എങ്ങനെയാ നിങ്ങള് നാട്ടിൽ നിങ്ങോട്ട് വന്നത്? സാർമാരൊക്കെ ഉണ്ടോ? സാറുമാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. ഞങ്ങള് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. ബസ്സിനാണ് ഇവിടെ വരാം. ആദ്യം ഇനി ഏതെങ്കിലും മത്സര വിഭാഗങ്ങളിൽ ഉണ്ടോ? ഇവരിനി വൃന്ദവാദേ ഉള്ളൂ. വൃന്ദവാദ്യം. എനിക്കിനി വൃന്ദവാദ്യമുണ്ട് 7-ാം തീയതി. അപ്പൊ ഇന്നത്തെ ഈ അരങ്ങിൽ അവതരിപ്പിച്ചത് അത് ഏത് കഥയാണ്? ഈ ലക്ഷ്മണ സാന്ത്വനം, അതായത് ലക്ഷ്മണന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുന്നതിന്റെ കഥയും അതിന്റെ ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ ചെയ്തായിരുന്നു. നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും അതൊന്ന് അവതരിപ്പിച്ച് കാണിക്കാം, ഒന്ന് ചെറിയ രീതിയിൽ. സർവകാലവും സർവനാമങ്ങളെയും ഉച്ചരിച്ചുച്ചരിച്ചു കൊണ്ടിരുന്നാൽ ജന്മജന്മാർജിതമായിരിക്കുന്ന ദുരിതാശികൾ സാഹത്തിന്റെ കാലശയവും ചെയ്ത് കുലമാർശിച്ചു പോവുകയല്ലോ ചെയ്തത്. ഇത് ഏതായി നിൽക്കുന്ന കുറെ നേരമായിട്ട് ഇങ്ങോട്ട് ചിരിച്ചു കാണിക്കാണല്ലോ. വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തൊട്ട് ഇവിടെ കണ്ടേക്കുന്നതാണല്ലോ. വേറെ പണിക്കൊന്നും പോകുന്നില്ലേ? ആര് തരാനാ ഇങ്ങനെ പണിയൊക്കെ? എന്തായാലും വളരെ രസകരമായി തന്നെയാണ് ഈ ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത്. നമുക്ക് വേദിയിലിരിക്കുന്നവർക്ക് പോലും അവരെ കളിയാക്കുന്ന അത് രസകരമായ രീതിയിലാണ് കളിയാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആശിഷും പാദ്രോയും അല്ലെ, ഇവർ രണ്ടുപേരും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ആശാന്റെ കീഴിൽ അല്ലെങ്കിൽ അത്രയും ഒരു മാഷോ ഒന്നും ഇല്ലാതെ അവർ യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് ഇത്രയും വലിയൊരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. സബ് ജില്ലയിലും ജില്ലാ തലത്തിലും ഒക്കെ തന്നെ 1ാം റാങ്ക് നേടിയാണ്, ഇവിടെ എ ഗ്രേഡ് നേടിയാണ് സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെയും ഒരു മികച്ച വിജയം ഇവർക്ക് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്രയും ആശംസകൾ നൽകുന്നു. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം MG മിഥുൻ, ന്യൂസ് 18. അപ്പോൾ ഈ ചാക്യാർകൂത്ത് നങ്ങ്യാർകൂത്താന്ന് പറഞ്ഞ ചാക്യാർകൂത്തിന് പോയ ഇതിന്റെ ചാക്യാർകൂത്ത് ഡെഫ് എന്തായാലും കണ്ടതായി എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഞങ്ങളോടൊപ്പം കണ്ണൂരിൽ നിന്ന്, ഇത് കൊല്ലത്തേക്ക് കണ്ണൂരിൽ നിന്നെത്തിയ ഒരു കൂട്ടം കുട്ടി പ്രതിഭകളുണ്ട്, കുട്ടിപ്പട്ടാളം തന്നെ അല്ലേ? ഒരു കുഞ്ഞുവാവ എന്തിനു വന്നതാ? എന്ത് കാണാൻ വന്നതാ? ഈ കുഞ്ഞുവാവ അതാ കുഞ്ഞുവാവയുടെ അച്ഛനമ്മ എന്ത് ആര്യ എവിടെ നോക്കിക്കൊണ്ടതാ? കൊല്ലം ഇത് ആശ്രാമ മൈതാനാണ്. നമുക്ക് കഥകളൊക്കെ അറിയാം, പക്ഷെ കുഞ്ഞിന് എന്നെ കണ്ടപ്പോ ഇഷ്ടമായി, എന്റെ കൂടെ പോന്നു. ഓക്കെ, എന്നാലും ഒരു കുഞ്ഞു വാവ ഈ കലോത്സവം ആസ്വദിക്കാനൊക്കെ എത്തിയതാണ്. ഈ എന്നോടൊപ്പം നിൽക്കുന്ന ഇവരോട് നിങ്ങൾ എന്തിനു വന്ന കണ്ണൂരിന്ന്? സംസ്കൃത നാടകം. സംസ്കൃതം പഠിക്കുന്നുണ്ടോ? ഈ നമ്മള് മലയാളികൾക്ക് ഇങ്ങനെ സംസ്കൃതം മനസ്സിലാവുക? അങ്ങനെ മനസ്സിലായിക്കോളൂ തന്നെ, പറയുമ്പോ കേൾക്കൂലേ? നമ്മള് കളിക്കുമ്പോ കാശ് തരില്ല, അങ്ങനെ വിളിച്ചെടുത്താൽ. എന്നാ ശരി, ഇപ്പൊ എന്നോട് നോക്കിയിട്ട് സംസ്കൃതത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞു. അത്രേകം നാടകം അവതാരയതും കിഞ്ചിത് നാടക സംഘം പ്രാപ്തമസ്തി. ഒന്നും തിരിഞ്ഞില്ല. എന്തായാലും തിരിഞ്ഞിനോ? ഇല്ല, തിരിഞ്ഞില്ല. അങ്ങനെ ദൂരേനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നാടകം കളിക്കാന്ന്. അതാണ് പറഞ്ഞേ. ഓക്കെ, കുഴപ്പമില്ല. ഈ ചേച്ചിയെ നോക്കിയിട്ട് എന്താ തോന്നുന്നത്? ചേച്ചി സുന്ദരിയാണ്. നമ്മൾ ആര്യമോൾ സൂപ്പറാണ്. ആര്യമോൾ സൂപ്പറാണ്. കണ്ടോ, പിള്ളേർക്കൊക്കെ ആര്യമോൾ സൂപ്പറാണ്. ഓക്കെ, എന്നാൽ തമിഴ് സംസ്കൃതത്തിൽ പറഞ്ഞേ. ആര്യമോൾ സൂപ്പറാണ്. അങ്ങനെ മുഖത്ത് നോക്കി പറയണം. ആര്യമോൾ സുന്ദർ ഹേ. ആര്യമോൾ സൂപ്പർ ഹേ. നല്ല സംസ്കൃതം. ആര്യമോൾ സൂപ്പർ ഹേ. ഓക്കെ, ആര്യമോൾ സൂപ്പർ ഹേ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാൽ അറബനമുട്ട് എന്തോ നമുക്കറിയാം, ഒരു അനുഷ്ഠാന കലയാണ്. പക്ഷെ കലോത്സവ മത്സര വേദികളിലെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. ഇന്ന് രണ്ട് മിടുക്കരായിട്ടുള്ള രണ്ട് ടീമുകളെ അതൊന്ന് പെരുമ്പാവൂർ ബംഗാളിൽ നിന്നാണ്, ഒന്ന് തിരുവനന്തപുരം നന്ദിയോട് എന്നുള്ള സ്കൂളാണ്. അപ്പൊ ഇവിടുത്തെ ഈ കുഞ്ഞാശാൻ വലിയ ബഹളം വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അറബനമുട്ട് കണ്ടിട്ട് തിരിച്ചുതരാം അല്ലേ? സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് അങ്ങനെ പൊടിപൊടിക്കുമ്പോൾ ഇവിടെ അറബനമുട്ടിന്റെ വേദിയിലാണ്. വിമലഹൃദയ പബ്ലിക് സ്കൂൾ, വിമലഹൃദയ ഗേൾസ് സ്കൂൾ ഹൈസ്കൂളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ അറബനമുട്ടിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ച നാഷണൽ ഹൈസ്കൂൾ, അത് വെങ്ങോലയാണ്, പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിലെ വെങ്ങോലയിലുള്ള മേപ്രത്തോടി എന്ന സ്ഥലത്താണ് ഈ നാഷണൽ ഹൈസ്കൂള്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 1ാം സ്ഥാനക്കാരാണ് നിങ്ങൾ അല്ലേ? 2ാം സ്ഥാനം. ഓക്കെ, കഴിഞ്ഞ തവണ എ ഗ്രേഡ് കൂടി 2ാം സ്ഥാനം നേടിയ ടീമാണ് ഈ നാഷണൽ ഹൈസ്കൂൾ. അപ്പോൾ ഇവിടെ പെർഫോമൻസ് ഇന്ന് ഇവിടെയും ഗംഭീരമായിരുന്നു. നമുക്കപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കാമെന്ന്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? ഈ കൊല്ലത്തെ ഈ അറബനമുട്ട് വേദിയിലെത്തിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. നന്നായി ചെയ്യാൻ പറ്റിയോ? ചെയ്തു. പേരെന്ത്? ബേസിൽ. ഓക്കെ, അല്ല പേര് മറന്നുപോയോ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ചെയ്തു. എവിടെയോ? ആസിം. നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അടിപൊളി ചെയ്തു. കോൺഫിഡന്റ് ആണോ? കോൺഫിഡന്റ് ആണ്. ആസിഫ് എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? എ ഗ്രേഡ് സെക്കൻഡ് ഫസ്റ്റ് അതിൽ ഏതാ ലക്ഷ്യം?
ലക്ഷ്യമായിട്ടൊന്നുമില്ല, കിട്ടണ പോലെ കിട്ടണ പോക്കലിട്ട് പോകുന്നതാണോ? പരമായി നോക്കിയിട്ടുണ്ട്. കഴിവിന്റെ പരമായി നോക്കിയിട്ടുണ്ട്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല അടിപൊളിയാണ്. പേര് മാഹിൻ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നപ്പോ ഈ ബാക്കി എല്ലാ കോമ്പറ്റീഷൻ കണ്ടപ്പോ എങ്ങനെ തോന്നി? എല്ലാരും അടിപൊളി ചെയ്യുന്നുണ്ടോ? പേടിയുണ്ടായിരുന്നു തോന്നുന്നു ചെറുതായിട്ട്? ഇല്ല, ശബ്ദം മാറിയില്ലാണല്ലേ? ഓക്കെ, പേര് ഫായിസ്. ഇവിടെ പേരെന്താ? സഹല്. നന്നായി ചെയ്തോ? അഷ്കർ. നന്നായിരുന്നോ? ആദിൽ. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും ചേർന്ന് ഇപ്പോൾ നമുക്ക് വേണ്ടി ന്യൂസ് 18 വേണ്ടി ആ സ്റ്റേജിൽ പെർഫോം ചെയ്ത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യും അല്ലേ? ഒരു ചെറിയൊരു ഭാഗം ഗംഭീരമായിട്ട് ഇങ്ങ് തുടങ്ങാം. ഓക്കെ, റെഡി? 1 2 3. ഓക്കെ ഓക്കെ. പൊളി. ഇതാണ് ഈ ഒരു എനർജി എന്നൊക്കെ പറഞ്ഞാൽ. ഇതാണ് ഈ ഭയങ്കര എനർജിയാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് നോക്കാം. അപ്പോൾ ഗംഭീര ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യത്തെ അറബരം വിട്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും കേട്ടോ. ഫസ്റ്റ് കിട്ടി വിളിച്ചറിയിക്കോ? ഉറപ്പല്ലേ? എങ്ങനെയുണ്ട്? കൊല്ലം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കൊല്ലത്ത് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? കഴിക്കാൻ വന്നതോ? കളിക്കാൻ. ഓക്കെ, കൊല്ലത്ത് വേറെ എവിടെയെങ്കിലും പോയോ? വന്നിട്ട് പോയില്ല. മാഷന്മാരോട് കൊണ്ടുപോകാൻ പറയണം കേട്ടോ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഉറപ്പായിട്ട് മാഷെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഈ പറഞ്ഞോ, എന്താണ്ട് പറയാമെന്നല്ലോ? കൈ ഒടിഞ്ഞോ? എവിടെ? എന്നിട്ട് എങ്ങനെയാ കൈ ഒടിച്ചിട്ട് എങ്ങനെയാ ഈ അർബനം വിട്ട് കളിക്കാൻ പറ്റിയേ? അല്ലാതെ വെട്ടി പ്ലാസ്റ്റർ വെട്ടിട്ട്. എന്നാ പ്ലാസ്റ്റർ വെട്ടിയത്? ഇന്നലെ വെട്ടിട്ട് ഇന്ന് കളിക്കാൻ വന്നാ? നമ്മുടെ ഗെയിം അതിന് കൈ ഒന്ന് കാണിച്ച് എവിടെയായിരുന്നോ? ഓ ഓക്കെ. എന്നാലും വേദനയുണ്ടോ? വേദനയൊന്നുമില്ല. അതാ എനർജിയിൽ അങ്ങ് പോയല്ലേ? പേര് ഒന്ന് ഫായിസ്. അപ്പൊ ഫായിസിന്റെ ഈ ആ വേദനയുള്ള കൈയൊക്കെ ഇന്ന് കരുത്തോടുകൂടി വരട്ടെ. എന്നാലും ഫസ്റ്റ് പ്രൈസ് കിട്ടട്ടെ കേട്ടോ. അപ്പൊ അറബരമുട്ട് വേദിയിൽ തന്നെ തുടരുകയാണ്. ഈ ഒരുപാട് ടീമുകളെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ആദ്യം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വെങ്ങോലയിൽ നിന്നുള്ള സ്കൂളിലെ കുട്ടികളെ കണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അവിടെ ആറ്റിങ്ങലിലെ CSA സ്കൂളിലെ അറബരമുട്ടിൽ പങ്കെടുത്ത ടീമിനെയാണ്. ഇവർ അപ്പീലൊക്കെ ആയി എത്തിയതാണ്. ഇവർ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിധി നിർണ്ണയം അത് ജില്ലാതലത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയും. നമ്മൾ അപ്പീൽ വഴി ഇപ്പോൾ സംസ്ഥാന തലത്തിലെത്തി. അപ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞു. നന്നായി ചെയ്തോ നിങ്ങൾ? നല്ലോണം ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട് ജില്ലയില്. കാരണം നല്ലോണം ചെയ്തതാണ് ജില്ലയില്. ഈ റിസൾട്ട് വന്നതിന്റെ പ്രശ്നം കാരണമാണ് അപ്പീൽ കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, സ്റ്റേറ്റ് വന്ന് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു ചെയ്തായിരുന്നു. നന്നായി ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാമോ? ഓക്കെ, 1 2 3 4.
അപ്പോൾ ഈ അറബനമുട്ടിന്റെ വേദിയിലെ കാഴ്ചകൾ അത് ഭയങ്കര എനർജിയാണ്, വല്ലാത്ത എനർജിയാണ് ഈ അറബനമുട്ടിന്റെ. അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി നമുക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന ഒരു പ്രതിഭയെ കാണാം അല്ലേ? ആയിക്കോട്ടെ. ആരാണോ? ഇടുക്കിന്നാണ് വന്നിട്ടുള്ളത്. ജെഫിൻ. ജെഫിൻ ഇടുക്കിയിൽ എവിടെയാണ്? ഇടുക്കിയിൽ കട്ടപ്പന വെള്ളയാങ്കുടി എന്ന് പറയും. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. മലയാളം പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് സ്വന്തമാക്കിയാണ് ജെഫിൻ നിൽക്കുന്നത്. വിഷയം ഞങ്ങളുടെ വിഷയം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തി ആർജിക്കുന്ന ഒരു വിഷയമായിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ നമ്മുടെ സന്മാർഗികത. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മുടെ നിർമ്മിത ബുദ്ധി, അതായത് AI, നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന AI നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയേറെ എന്തിനീ ക്യാമറ പോലും അതിന് പിന്നിൽ പോലും AI ഉണ്ട്. പക്ഷേ ഗുണത്തിനോടൊപ്പം ദോഷം ചെയ്യുന്നുണ്ട്. ഒരു നാണയത്തിന് ഇരുവശങ്ങൾ എന്ന പോലെ ഗുണവും ദോഷവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു ന്യൂട്രാലിറ്റിയിലാണ് ഞാൻ അവരെ പ്രസംഗം അവതരിപ്പിച്ചത്. ഈ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അത് സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കണമല്ലോ പ്രസംഗവേദിയിൽ, പ്രത്യേകിച്ചും മലയാളം പ്രസംഗമാകുമ്പോൾ. അതിൽ അതിന്റെ വിധികർത്താക്കളുടെ മൂല്യമൊക്കെ നമ്മൾ മുന്നിൽ കൊണ്ട് തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതിനായി ഒരു പ്രത്യേക പരിശീലനം നടത്തുന്നുണ്ടോ? അങ്ങനെ പരിശീലനമൊന്നുമില്ല. ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ ട്രിക്ക് അനുസരിച്ച് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് പറഞ്ഞു നോക്കും, അതേ ഉള്ളൂ. പിന്നെ അതൊരു എന്താ പറയാ, ഒരു കഴിവ് അല്ലെങ്കിൽ ദൈവം തന്നൊരു ദാനമാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ വാക്കുകൾ വന്നില്ലേ, അതുപോലെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതനുസരിച്ച് നമുക്ക് തനിയെ വരും. അത് നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ വായനയിൽ നിന്ന്. ഞാനൊരു വിഷയം ഇപ്പോൾ തന്നെ പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോ പേര് ജെഫിൻ. കൊല്ലത്തെത്തിയാൽ ഇല്ലം വേണ്ട. തീർച്ചയായിട്ടും കൊല്ലത്തെത്തിയാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ഇവിടെ വന്നു കണ്ടു. ഇത്ര മനോഹരമായിട്ട് കലയുടെ മാമാങ്കമേറുന്ന, കല കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ കൊല്ലത്ത് ഇല്ലം എന്തിനാണ് ചേട്ടാ? ഈ ഒരു ഇത്ര സസ്യ മനോഹരവും കലകളുടെ നിറഞ്ഞതും വർണ്ണങ്ങളാൽ നിറഞ്ഞതുമായ ഈ കൊല്ലത്തിന്റെ മണ്ണില് ഇപ്പോൾ നിങ്ങൾക്ക് മണം വരുന്നുണ്ടാവും. നല്ല ഫുഡിന്റെ മണം വരുന്നുണ്ട്, നല്ല കലയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നാദസ്വരത്തിന്റെ ശബ്ദമുണ്ട്. അങ്ങനെ ഒത്തിരിയധികം നിറഞ്ഞ കലയുടെ മാമാങ്കം കൊണ്ടാടുന്ന ഈ കൊല്ലം ആശ്രാമ മൈതാനത്ത് നിൽക്കുമ്പോൾ ഇല്ലത്തെ പറ്റിയോ വീടിനെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കലയെ സ്നേഹിക്കുന്ന കലാകാരികളായ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം കലയിൽ ഇറങ്ങി ചെല്ലുക, കലയെ സ്നേഹിക്കുക, കലയുടെ അർത്ഥം മനസ്സിലാക്കുക. ഒന്നും പറയാനില്ല, ഒരു സെക്കൻഡ് പോലും ആലോചിക്കാൻ എടുത്തില്ല അല്ലേ? ആരെങ്ങനെ എന്താ പറയാ വിജൃംഭിച്ച്. സാധാരണ നമ്മൾ ഈ കലോത്സവ വേദിയിലൊക്കെ ഇങ്ങനെ പ്രസംഗ മത്സരത്തിനൊക്കെ ഇങ്ങനെ ഫസ്റ്റ് കിട്ടുന്ന, ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയില്ല, A ഗ്രേഡ് മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ രാഷ്ട്രീയത്തില് വലിയ രാഷ്ട്രീയ പ്രവേശന ഉദ്ദേശമുണ്ടോ? രാഷ്ട്രീയ പ്രവേശനം ഇന്ന് കാണുന്ന ജനപ്രതിനിധികളുടെ രീതിയിലായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. അപ്പം വരുന്ന നല്ല കാലഘട്ടം ഞങ്ങളൊക്കെ വളർന്ന് രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ രീതിയിൽ പുത്തനുറവ് ദൈവം സഹായിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യമാണല്ലോ, ജനങ്ങളെ സഹായിച്ചാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്താണ്? ആഗ്രഹിക്കുന്ന മാറ്റം പ്രധാനമായിട്ടും നമ്മുടെ ഈ നാട് നടക്കുന്നത് കുറെ കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനെതിരെ എന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തോടെ തന്നെ നിൽക്കണം. നമ്മളൊരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നു എന്നൊന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ പലപ്പോഴായി കേൾക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളിലേക്ക് സേവനം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം തുറന്നു പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ സേവനങ്ങളും വികസനങ്ങളും ഒക്കെ എത്തുന്നുണ്ട്, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പൊ ജനങ്ങളിലേക്ക് എത്തുക എന്നതാണ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശരി, എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളൊപ്പം പങ്കുചേർന്നതിന്. അപ്പൊ ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ബെസ്റ്റ് വിഷസ്. അപ്പോൾ എന്താണ് കലാകാരത്തിന്റെ ഈ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. കാരണം ഒരുപാട് വിശേഷങ്ങൾ, ഇതുപോലത്തെ ഒരുപാട് പ്രതിഭകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ തൽക്കാലത്തേക്ക് മറ്റു താരങ്ങളുമായിട്ട് ഒരുപാട് വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ കാണാം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ